ഉമ്മ, താത്ത അടുക്കള പണിയൊന്നും ചെയ്യില്ലേ? ഞാൻ വന്നേ പിന്നെ താത്ത അടുക്കള വന്ന് പണിയെടുക്കുന്ന കണ്ടിട്ടില്ലല്ലോ. എല്ലാ പണിയും ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ്. അതെന്താ അങ്ങനെ? അതിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ കുട്ടിയെ നല്ലത്. അവള് പെറ്റെണിച്ച് വന്നിട്ട് ഈ വീട്ടിൽ ഒരു പണിയും ചെയ്തിട്ടില്ല. പിന്നെ ഞാനും ചെയ്യിക്കാറൊന്നുമില്ല കേട്ടോ. കാരണം എന്താ വെച്ചാ അവിടെ ഇപ്പൊക്ക് ചെയ്യണ പണിയല്ലേ ഉള്ളൂ. പിന്നെ ചെറിയ കുട്ടിയല്ലേ വെച്ചിട്ട് ഞാനത് കണ്ണടച്ചു വിടുകയാണ്. അതന്നെ ഇപ്പൊ ഞാനും ആലോചിച്ചതേ. കുട്ടിയുടെ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുട്ടീനെ കുളിപ്പിക്കലും തുണി കഴുകലും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ ഇവിടെ താത്താക്ക് പണി? 3 മാസം കഴിഞ്ഞ് പെറ്റണിച്ചവള് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഉമ്മാക്ക് കുട്ടീനെ കുളിപ്പിക്കാൻ പേടിയാട്ടോ പറഞ്ഞു. അപ്പൊ ഞാനും കരുതി ആദ്യത്തല്ലേ എന്തായാലും ഒരു പേടി ഉണ്ടാവും, പിന്നെ മാറുന്നു കരുതി അങ്ങനെ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയതാണ് ഞാന്. ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞു. അവൾക്കൊന്ന് കുട്ടീനെ കുളിപ്പിക്കാൻ അറിയില്ല. എന്തിനു നേരം പോലെ തിന്നാൻ കൊടുക്കാനും അറിയില്ല. ആ കുട്ടിയുടെ ഡൈപ്പർ പോലും മാറ്റില്ല അവള്. പിന്നെ എനിക്കിതൊക്കെ കണ്ടിരിക്കാൻ പറ്റുമോ? ഞാൻ ആരോടാ മത്സരിക്കുന്നത്? എന്റെ കൂടി പേരക്കുട്ടിയല്ലേ. അപ്പൊ ഞാനും അങ്ങോട്ട് ചെയ്തു കൊടുക്കും, അല്ലാണ്ട് ഇപ്പൊ എന്താ ചെയ്യാ? അമ്മ അങ്ങനെ ഒക്കെ ചെയ്തു കൊടുക്കുന്നോണ്ട് തന്നെ താത്ത അങ്ങനെ മടിച്ചായിട്ടിരിക്കണതേ. താത്താക്ക് അറിയാ താത്ത ചെയ്തില്ലെങ്കിൽ ഉമ്മ എല്ലാം ചെയ്യുന്നു. ഇത് ഇവിടെ തന്നെ ഇങ്ങനെ നടക്കുള്ളൂ കേട്ടോ. വേറെ ഏതെങ്കിലും ഉമ്മമാരാണെങ്കിലോ താത്താനായിട്ട് പാഠം പഠിപ്പിച്ചിട്ടുണ്ടാവും. നന്നായി ഉണ്ട്. ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞ അവള് 16 അങ്ങോട്ട് പറയും. അതിനൊന്നും അവൾക്കൊരു കുറവില്ല, അതൊക്കെ അവൾക്ക് അറിയാം. പിന്നെ ഇപ്പൊ എന്താ വെച്ചാ ഞാൻ ഉള്ളിടത്തോളം കാലം അങ്ങോട്ട് പോട്ടെ വിചാരിച്ചിട്ട് ഞാൻ കണ്ണടച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇല്ലാണ്ടാവുമ്പോഴല്ലേ അപ്പൊ അവരെന്താ ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നു. ഞാൻ ആരോടാ കുട്ടിയെ മത്സരിക്കാൻ നിക്കണേ? പിന്നെ ഉമ്മാക്ക് അറിയണല്ലോ എന്റെ വീട്ടിലത്തെ കാര്യം. താത്താക്ക് 3 കുട്ടികളാണ്. താത്ത 3 കുട്ടികളുടെ കാര്യങ്ങളും നോക്കും. ആ കുട്ടികളെ വെച്ചിട്ട് വീട്ടിലത്തെ എല്ലാ പണികളും ചെയ്യും. ഉമ്മാക്കൊന്നും ഒരു കാര്യം അറിയേണ്ട ആവശ്യമില്ല അവിടെ. എന്റെ വീട്ടുകാരുടെ ഒരു ഭാഗ്യം അങ്ങനെ ഒരു പെൺകുട്ടീനെ കിട്ടിയത്. ഇതിപ്പോ നോക്കി നോക്കി എന്തോ ഒരു കഥ. സമയം 10 മണിയായി. ഇതുവരെ താത്ത എനിക്ക് വന്നിട്ടുണ്ടോ? സ്വന്തം ഭർത്താവ് ജോലിക്ക് പോയത് കൊണ്ട് താത്ത അറിഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനൊന്നും വിട്ടാൽ ശരിയാവില്ല. കുറച്ച് പണികളൊക്കെ ചെയ്യിച്ചു തുടങ്ങണേ. ഉമ്മ എവിടെ ഫാത്തിമ? ഉമ്മ പുറത്തുണ്ട് താത്ത. അതെ, താത്ത ചായ കുടിച്ചോ? കുടിച്ചു. നീ കുടിച്ചില്ലേ? ഞാൻ കുടിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു ദോശയും കടലക്കറിയും? ഞാനാ ഉണ്ടാക്കിയത്. വെറുതെ അല്ല, ഞാനും വിചാരിച്ചു ഉമ്മ എന്താ ദോശയ്ക്ക് കടലക്കറി ഒക്കെ ഉണ്ടാക്കിയെന്ന്. ഉമ്മ ഉണ്ടാക്കുകയാണെങ്കിൽ ചട്നിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാറുള്ളേ. അത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉമ്മ ഉണ്ടാക്കിയാലേ. അല്ല, ഈ എന്താ ഇരിക്കുന്ന? എന്റെ പണികളൊക്കെ കഴിഞ്ഞോ? തിരുമ്പലൊക്കെ കഴിഞ്ഞോ എന്റെ? ഇല്ല, തിരുമ്പലേ എനിക്കില്ല. ഞാൻ തിരുമ്പാൻ പോവന്നെയായിരുന്നു. അപ്പൊ ഞാൻ ഈ വീട്ടിൽ ഫുഡ് കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്നതാ. എന്തായാലും നീ തിരുമ്പാൻ പോവല്ലേ? നീ വാഷിംഗ് മെഷീനിലല്ലേ ഇടുന്നെ? അപ്പൊ എന്റെയും കൂടി അതിലിടുവോ? ഞാൻ അവിടെ ബക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുട്ടിയുടെ ഉണ്ട്. കുട്ടിയുടെ പക്ഷെ അതിലിണ്ടാട്ടോ. ആ കല്ലുമൊന്ന് കഴുകിയാൽ മതി. ഞാൻ അതുകൊണ്ട് അമ്മാനെ ചോദിച്ചതേ. ഇക്കാടെ പിന്നെ ഒക്കെ തിരുമ്പി കഴിഞ്ഞിട്ടാ പോയത്. ഞാൻ ഈ കുട്ടീനെ വെച്ചിട്ട് പണികൾ ചെയ്യേണ്ടേ വിചാരിച്ചിട്ട് ഇക്ക അത് കഴുകിയിട്ടാ പോവാറ്. എത്ര നേരം ആട്ടിയിട്ടാന്ന് അറിയാനൊന്ന് ഉറക്കിയത്. പിന്നെ എന്റെ കഴിക്കലും കുളിയും കഴിയുമ്പത്തിന് എണിക്കും ചെയ്യും. പിന്നെ അതിന് ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ 2 മണിക്കൂർ വേണം. കാക്കേനെയും പൂച്ചേനെയും അതിനെയും ഇതിനൊക്കെ കാണിച്ച് നടന്നിട്ട് വേണം അതൊന്ന് കൊടുക്കാന്. അല്ല, എന്തേ കേക്കണ്? ഒരു ചെറിയ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ 2 മണിക്കൂറോ? അത് കൊടുത്തു കഴിയുമ്പത്തിനും അടുത്ത ഫുഡ് കൊടുക്കാനുള്ള സമയമാവൂലോ. ഒന്നും കഴിക്കില്ലാന്നേ. ഭക്ഷണം എടുത്തിട്ട് ഇതിനൊക്കെ നടന്നിട്ട് എന്തേലും കാണുമ്പോ വായ പൊളിക്കുമ്പോ വായിൽ ഇട്ട് കൊടുക്കുക. അല്ലാണ്ട് എന്താ ചെയ്യാ? വലുതാകുമ്പത്തേ ഞാൻ അവിടെ വെയ്യാണ്ടാവും. എന്നാലേ ഞാൻ പോട്ടെ. ഇനി വർത്താനം പറഞ്ഞാലേ ശരിയാവില്ല. ഇന്നത്തെ കൂലി നടക്കില്ല. നീ അങ്ങോട്ട് തിരുമ്പാൻ പോയിക്കോ, ഞാൻ അവിടെ കൊടുന്നേരാട്ടൊക്കെ. ഒക്കെ എന്റെ അടുത്ത് ഏൽപ്പിച്ചൂലേ? ഞാൻ ഉണ്ടെങ്കി എന്റെ അടുത്തേ തരുള്ളൂ. ഇപ്പൊ ഈ ഉണ്ടല്ലോ ചെയ്തു കൊടുക്കാൻ. ഫാത്തിമ, ഇതും കൂടി ഒന്ന് അലക്കാട്ടോ കേട്ടോ. നീ മറ്റേ തുണി എടുത്തോലേ മൂത്രം തുടയ്ക്കണത്? ഇത് മൂത്രം തുടയ്ക്കണ തന്നെയാണ്. ഇനിയിപ്പോ നാളെ നീ തിരുമ്പണ ഒരാളുടെ വെക്കണ്ടേ? മണം എടുക്കില്ലേ? അതും കൂടി ഒന്ന് കഴിക്കോട്ടോ. അമ്മ വന്നോ? അങ്ങനെ അവിടെ പോയിണ്ടായിരുന്നു. ഞാൻ ഈ കുട്ടി എനിക്കൊന്ന് കുളിക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. അല്ല, മധു നിന്റെ വീട്ടിലേക്ക് വിരുന്ന് പോക്കൊന്നുമില്ലേ? ഞാൻ വന്നേ പിന്നെ ഫോണിൽ കണ്ടിട്ടില്ലല്ലോ. പോയി നിക്കൊന്നുമില്ല. അവളുള്ള അമ്മാനായിട്ടും നാത്തൂനായിട്ടും ചേരില്ല. ഒരാഴ്ച നിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകും. പോയിട്ട് 2 ദിവസത്തിന്റെ ഉള്ളിൽ അവരായിട്ട് എന്തെങ്കിലും വഴക്കൂടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. എങ്ങനെ ചേരുക? അതല്ലേ സ്വഭാവം. അവളുടെ വീട്ടുകാരുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണേ. പ്രസവമൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമായിട്ട് 7ാം മാസം ചടങ്ങൊക്കെ ഗംഭീരമായിട്ട് നടത്തിക്കൊണ്ടേ. എന്നിട്ടിപ്പോ എന്താ? കുട്ടീനെ നോക്കാനോ അവളെ നോക്കാനോ അവളുടെ മക്കളില്ല. എന്നിട്ട് ഈ പ്രസവം നോക്കാൻ നിൽക്കണ പെണ്ണുങ്ങളില്ലേ, അവരെ വിളിച്ച് നിർത്തി നോക്കിയിരുന്നു. എന്റെ മകൻ നിർത്തി കൊടുക്കുക ചെയ്തത്.
ഒന്ന് പെറ്റിടക്കണ പിന്നെ ലേഹ്യം ഉണ്ടാക്കാനോ കുട്ടിയെ നോക്കാനോ ഒന്നിനും അവളുടെ അമ്മക്ക് വയ്യ. പിന്നെ അതൊക്കെ കണ്ടിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ പിന്നെ അവളും അങ്ങനെ തന്നെ ആവുള്ളൂ. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടായ വീട്ടിലേക്ക് പോകുന്നുള്ള പേടി വേണ്ടല്ലേ? അതൊന്നും പോയില്ല എന്തായാലും. പിന്നെ ഇനി ഇതൊന്നും അവളടുത്ത് പോയിട്ട് പറയാൻ നിൽക്കണ്ട. വെറുതെ പറഞ്ഞതിന് ഓരോ പ്രശ്നം ഉണ്ടാക്കണ്. പോണിടത്തോളം കാലം അങ്ങോട്ട് പോട്ടെ. പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഇട്ടോട്ടോ, ഞാൻ ചെയ്തോളാം. നീ ഇതൊന്നും പോയിട്ട് പറയാൻ നിൽക്കൊന്നും വേണ്ട. പോയിക്കോ, ഞാൻ ചെയ്യാം. ഞാനത് നോക്കട്ടെ ഇത് ഏതുവരെ പോകുന്നുള്ളത്. ഫാത്തിമ, ഇത്ര നേരമായിട്ട് ഇവിടെ കഴിക്കാനൊന്നും ഉണ്ടാക്കിയില്ല? ഉണ്ടാക്കി. ഇന്ന് പുട്ടാ ഉണ്ടാക്കിയത്. ഞാൻ നോക്കിയിട്ട് അവിടെ ഒന്നും കണ്ടില്ലല്ലോ. അല്ല, എന്തിനാ അവിടെ എടുത്തേക്കിന്? കഴിക്കാണ്ടാക്കിയതല്ലേ, അത് ഞങ്ങള് കഴിച്ചു. ഞാനും കുട്ടിയൊന്നും കഴിച്ചിട്ടില്ലല്ലോ. കുട്ടിയാണെങ്കിൽ വിശന്നിട്ട് കരയണമുണ്ട്. അല്ല, നിങ്ങളിപ്പോ ഈ പുട്ടുണ്ടാക്കിയിട്ട് പുട്ടിപ്പോ കുട്ടിക്ക് കൊടുക്കാനും പറ്റില്ലല്ലോ. കുട്ടിക്ക് കഴിക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാക്കാറുന്നില്ലേ നിങ്ങക്ക്? അല്ല, അത് ശരി. താത്ത എന്താ വിചാരിച്ചേക്കണം ഞാനും ഉമ്മയും താത്താടെ വേലക്കാരികളാണെന്നോ? കുട്ടിയുടെ കാര്യങ്ങൾ നോക്കണത് കുട്ടിയുടെ തള്ളയാണ്, അല്ലാണ്ട് ഞങ്ങളല്ല. കുട്ടി എണിക്കണവരെ അതിൻ്റെ കൂടെ കിടന്നുറങ്ങിയിട്ട് പിന്നെ എണിച്ച് വന്നിട്ട് ചോദിക്കാൻ നിൽക്കുക. ഉമ്മ എവിടെ? ഉമ്മൊന്നും ഇല്ല ഇവിടെ. നമ്മുടെ വളപ്പിൽ കുറച്ച് പണിക്കാരില്ലേ, അങ്ങോട്ട് പോയേക്കമ്മ. ഞാനാ പറഞ്ഞ വെയിലാകുമ്പോഴേക്കും പോയിട്ട് വരാൻ. ഇപ്പൊ ഉമ്മാനെ സഹായിക്കാൻ ഞാൻ ഉണ്ടല്ലോ ഇവിടെ. അല്ല, ഇതിലിപ്പോ ഉമ്മാനെ ചോദിക്കുന്നത്? എനിക്ക് വിശന്നിട്ട് വയ്യ, അമ്മാടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കി തരാൻ പറയാനാണ്. അതെന്തിനാ ഉമ്മ? താത്താക്ക് എന്താ കൈയും കാലിലും എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിക്കാൻ? പറഞ്ഞത് പറ്റിയില്ല. പറ്റില്ലേ ഇപ്പൊ എനിക്കെന്താ? അല്ല തിരുമ്പലൊക്കെ കഴിഞ്ഞോ? എന്റെ തിരുമ്പലും കുളിയൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞു അല്ലേ? എന്റെയും കുട്ടിയും കുറച്ച് തിരുമ്പാണ്ടായിരുന്നു. ഇപ്പൊ സാരില്ല, നാളെ തിരുമ്പാലേ. അല്ല, അതിനിപ്പോ തന്നെ നാളത്തേക്ക് വെക്കണേ? താത്താക്ക് ഇപ്പൊ തന്നെ അവിടെ പോയിട്ട് കഴുകിട്ടൂടെ അത്? അമ്മ വന്നോ? ഉമ്മ നീ കയറാൻ വരട്ടെ അമ്മ. എന്റെയും കുട്ടിയും കുറച്ച് തുണികൾ അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. എന്തായാലും തിരുമ്പിയിട്ടോട് കയറിയാൽ മതി അമ്മ. ഞാനേ രാവിലെ പോയതാണ്, വിശന്നിട്ട് വയ്യ. ഞാൻ എന്തായാലും കഴിക്കട്ടെ, എന്നിട്ട് ചെയ്തുതരാട്ടോ. നിങ്ങൾക്ക് എന്തമ്മ വേറെ പണിയില്ലേ? നിങ്ങൾ ഇവിടുത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ പണിക്കാരുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയതല്ലേ? അപ്പൊ അവിടുത്തെ പണി കഴിഞ്ഞിട്ടല്ലേ വരുന്നേ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടേ കുറച്ച് റെസ്റ്റ് എടുക്കാൻ നോക്ക്. അവനാൻ തന്നെ കഴിക്കോളും. എന്താ ഫാത്തിമ നിനക്ക്? ഉമ്മല്ലേ ചെയ്തരാന്ന് പറഞ്ഞ്, പിന്നെ എന്താ നിനക്ക് പ്രശ്നം? കുട്ടിയാണെങ്കിൽ എന്നെ എങ്ങോട്ടും മാറാൻ സമ്മതിക്കില്ല. അത് കരഞ്ഞു കരഞ്ഞതിന് വയ്യാണ്ടായിട്ട് എന്തെങ്കിലും പറ്റിയ എന്ത് ചെയ്യാ? അല്ല, നിങ്ങൾ എന്താ താത്ത ഈ പറയണേ? കുട്ടിക്ക് ഇപ്പൊ 1 വയസ്സ് കഴിഞ്ഞില്ലേ? അതിന് എന്തെങ്കിലും കളിസാധനങ്ങൾ അവിടെ ഇട്ട് കൊടുത്തിട്ട് അതിനെ കളിക്കാത്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തൂടെ? അല്ലെങ്കിൽ ഉമ്മ അടുത്ത് കൊണ്ടു കൊടുക്കുക, ഉമ്മ നോക്കും. അല്ലെങ്കിൽ എന്റെ അടുത്ത് ഞാൻ നോക്കാം. ഇനിയിപ്പോ ഇങ്ങനൊന്നും പറ്റില്ല കേട്ടോ. അവനാന്റെ കാര്യങ്ങളെല്ലാം അവനാൻ തന്നെ നോക്കണം. ഉമ്മ, നിങ്ങൾ എന്തിനാ ഇവളെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിന്? കുട്ടികളുടെ കാരണം ഇവൾക്ക് ഈ ജോലിയും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയണതല്ലേ? നീ ഇത് എന്തറിഞ്ഞിട്ടാടാ? നീ വല്ലതും അറിയണ്ട ഇവിടുത്തെ കാര്യങ്ങള്? ഉമ്മ, നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കും. ഇക്കടുത്ത് ഞാൻ പറയാ കാര്യങ്ങള്. താത്താക്കൊരു കുട്ടീനെ വിചാരിച്ചിട്ട് വെറുതെ ഇങ്ങനെ ഇരുന്നോണ്ട് കാര്യം നടക്കില്ല. ഈ വീട്ടിലത്തെ എല്ലാ പണികളും ഞാനും ഉമ്മയും കൂടിയാണ് ചെയ്യണത്. കുട്ടീനെ കുളിപ്പിച്ചു കൊടുക്കുന്നത് ഉമ്മയാണ്. എന്തിന്? കുട്ടിയുടെ മൂത്രത്തിന് ഇറങ്ങാൻ കഴിയുന്നത് ഞാനും ഉമ്മയാണ്. ഒന്നില്ലെങ്കിൽ 1 വയസ്സായ കുട്ടിയല്ലേ, അതിനെന്തെങ്കിലും കളിപ്പാട്ട് ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ട് താത്താക്ക് പണികൾ എടുത്തൂടെ? ഇത് വേറെ ആരും കുട്ടികളില്ലാത്ത പോലെ കാണിച്ചു കൂട്ടണ്. തന്നെ ഓരോന്നും പറഞ്ഞിട്ട് ഈ താത്താനെ വഷളാക്കുന്നുണ്ട്. ഇന്നിപ്പോ താത്ത ഈ വീട്ടിലത്തെ എല്ലാ പണിയും ചെയ്തല്ലോ, ഞാനും ഉമ്മയും കൂടി കുട്ടിയെ നോക്കി. അങ്ങനെ തന്നെ കാര്യങ്ങൾ വേണ്ടത്. അല്ലാണ്ട് കുട്ടി കറിയും പറഞ്ഞിട്ട് അതിനെ മടി വെച്ചിട്ട് എഴുന്നേറ്റ് ഒരു കാര്യമില്ല. ഇങ്ങനെ പോവാണെങ്കിൽ ഇപ്പൊ ഞാനും ഉമ്മയോട് ഒരു ദിവസം അല്ലെങ്കിൽ ഇക്ക ലീവ് എടുത്തിട്ട് എല്ലാ പണികളും വീട്ടിൽ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ മെല്ലെ മെല്ലെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം ചെയ്യിക്കുക, അങ്ങനെ വേണ്ടത്. അല്ലാണ്ട് മിണ്ടേനും അതിന് സപ്പോർട്ട് ചെയ്യല്ല ചെയ്യുക. അവള് പറഞ്ഞൊക്കെ ശരി തന്നെയാണ്. അവള് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. നീ ഒന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലാണ്ട് അവള് പറയുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഞാനിത് പറയണ്ട വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ചിട്ടാ. നീ വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കാണ്ട് നല്ല രീതിയിലൊന്നും അവള് പറഞ്ഞ് മനസ്സിലാക്ക്. ഒരു വീടാകുമ്പോ എങ്ങനെ നിൽക്കണം, വീട്ടിലെങ്ങനെ പെരുമാറണം, പണികളൊക്കെ ഒന്ന് ചെയ്യണം ഒക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. മോൻ പോയിക്കോ.